പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡിലാണ്. ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. വളരെ പഴക്കം ഉള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ഞാനിപ്പം ഇത് വീഡിയോ ചെയ്യാൻ കാരണം ആ ടോയ്ലറ്റിൻ്റെ ഒരു കണ്ടോ, 6 മാസം കൂടുമ്പോൾ 2 3 ആഴ്ച ടോയ്ലറ്റ് അടഞ്ഞു കിടക്കും. വെള്ളത്തിന് സംവിധാനങ്ങളില്ല. അല്ലെങ്കിൽ ഒന്നീ മോട്ടർ കംപ്ലൈൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പൈപ്പിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. ഇവിടെ 100 കണക്കിന് യാത്രക്കാർ ഈ വെയിറ്റിംഗ് ഷെഡിൽ 2 വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡില്ല. നമ്മുടെ കരുത്തരും ധീരനുമായ ജോയ് സാർ എന്നാ ഉണ്ട്, നമ്മുടെ RSPയുടെ ഒരു നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ്. നമുക്കൊരു പക്ഷേ പത്തനംതിട്ട ജില്ലകൾക്കുള്ളവർക്ക് അറിയാമായിരിക്കും, മറ്റുള്ള ജില്ലയിലുള്ളവർക്കൊന്നും അറിയത്തില്ല. എന്നാലും നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു കേട്ടോ. നമ്മുടെ ഇതൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അപ്പം ഇത് ഞാനീ പറയാൻ കാരണം, ഈ വെയിറ്റിംഗ് ഷെഡിൽ ഏതാണ്ട് 100 കണക്കിന് പേര് സ്ത്രീകളും കുട്ടികളും എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഈ ടോയ്ലറ്റിൻ്റെ ഒരു അവസ്ഥ കണ്ടോ. പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. കാരണം എന്നറിയാമോ, 8ാം വാർഡായത്. കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ 8ാം വാർഡ്. 8ാം വാർഡെന്ന് പറഞ്ഞാൽ പറയാൻ ആർക്കാർക്ക് നാണക്കേടാണ്. കാരണം ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്തള്ളപ്പെട്ട ഒരു വാർഡാണ്. ജനപ്രതിനിധി വോട്ട് ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി തിരിഞ്ഞു നോക്കുന്നതല്ലാതെ ഒരു പഞ്ചായത്തിൻ്റെ കാര്യത്തിന് അല്ലെങ്കിൽ അവരുടെ വാർഡിൻ്റെ വികസനത്തിന് അവർ തിരിഞ്ഞു നോക്കാറില്ല. പത്തനംതിട്ട ജില്ലയിൽ നമുക്കറിയാം, പത്തനംതിട്ട അതുപോലെ കോന്നി ടൗൺ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ കോന്നി ബസ് സ്റ്റാൻഡായി വരുന്നുണ്ട്. ഏറ്റവും കോഴഞ്ചേരി, അങ്ങനെ തിരുവല്ല, കോഴഞ്ചേരിയിലുമാണ് ബസ് സ്റ്റാൻഡ് ചെറുതാണ്. പക്ഷേ ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോണ്ടല്ലോ ഏറ്റവും വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഏതാണ്ട് നിരവധി ബസ്സുകളാണ് ഇതുവഴി വന്ന് പോകുന്നത്. ഇപ്പം ബസ്സൊന്നുമില്ല, ബസ് പോയി വന്നിറങ്ങി പോവുകയാണ്. പക്ഷേ ഈ യാത്രക്കാർക്ക് ഏറ്റവും വലിയൊരു അസൗകര്യം ഉണ്ടാക്കുകയാണ് ഈ ടോയ്ലറ്റ്. ഒരു കൈയുടെ സ്വാധീനമില്ലാത്ത ഒരു കബീർ എന്നും പറഞ്ഞ ഒരാളിനെയാണ് പഞ്ചായത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്വന്തം പൈസ മുടക്കി ടാങ്ക്, അതായത് വെള്ളമടിച്ചു. എന്നിട്ട് അത് അത്രയ്ക്ക് പോലും ആത്മാർത്ഥത കാണിക്കുന്ന ആ മനുഷ്യൻ ഇന്നിപ്പോൾ ഒരാഴ്ച, ഒരു 10-15 ദിവസമായിട്ട് ഇത് അടഞ്ഞു കിടക്കുക. പഞ്ചായത്തിന് അനാസ്ഥയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഞ്ചായത്ത് പ്രതിനിധി പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രയോജനമായിരിക്കും. ഇത് നമ്മൾ സത്യം പറഞ്ഞ് കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും ഈ ഗ്രൂപ്പിലുള്ള ഇപ്പം നിങ്ങൾ കാണുന്നവരോർക്കും എന്നും കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ പോരാ, അത് പറഞ്ഞാൽ പറ്റുള്ളൂ. പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ പറയുക, ഇവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നാട്ടുകാരുടെ ആവശ്യമല്ലേ, പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. അതിപ്പം വരുമ്പോൾ നമ്മൾ സ്വയമായിട്ട് വികസനത്തിന് വോട്ട് ചെയ്യത്തില്ല ആൾക്കാർ, മറ്റുള്ള സ്വാധീനങ്ങളിൽ വഴങ്ങിയാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോട്ടാങ്ങൽ പഞ്ചായത്ത് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ. ഇതിന് അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഹുസൈനാർ റാവുത്തർ, ചുങ്കപ്പാറ, പത്തനംതിട്ട. ഓക്കെ, എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.